അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ തുടങ്ങുന്നത് തന്നെയും. അപ്പോൾ ഇന്നായിരുന്നു നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. പതിവ് തെറ്റിക്കാണ്ട് ഈ വർഷവും ഞാൻ പോയി അമ്മയ്ക്ക് പൊങ്കാല ഇട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ദേവിയുടെ നടയിൽ പോകാനും. ഒരു വർഷം കൂടെ നമുക്ക് കൂടുതൽ കിട്ടി അമ്മയുടെ പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ ഞാൻ ഈ 3 വർഷമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് പൊങ്കാല ഇടാനൊക്കെ, ഇപ്പോൾ കൂടെ ആൾക്കാരുണ്ട് എന്നാലും സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിക്ക് ഇടുക. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ആയിരുന്നാലും പണ്ടായിരുന്നാലും ശരി എൻ്റെ അമ്മയുടെ കൂടെ പോവുക, അമ്മ ഓരോന്നും പറയും, നമ്മളത് ചെയ്യും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം ഇപ്പോഴാണ് ഞാൻ പൊങ്കാല ഇട്ട് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷമുണ്ട്. പിന്നെ കുറച്ചിന്ന് നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്ന് അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടു കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. നമ്മുടെ വെതർ ഇപ്പോൾ ചൂടല്ലേ, നമുക്ക് നല്ല ചൂടാണ്. അതുപോലെ തന്നെ വെയിലത്താണ് ഇരുന്നത്. എല്ലാ വർഷവും തണലത്താണ് ഇരിക്കാറ്, ഈ വർഷം വെയിലത്താണ് ഇരുന്നത്. പിന്നെന്താ ചൂട്, തീ വന്നിട്ട് നമ്മുടെ അപ്പം ഒന്നാതെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതിനിടയിൽ തീ, കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തു. പക്ഷേ അതിനെക്കാട്ടി സന്തോഷം എന്ന് പറയുന്നത് ഈ സ്ട്രഗിൾ ചെയ്തിട്ടും എനിക്ക് മൊത്തം, ഞാൻ ആദ്യം വിചാരിച്ച എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ദേവിയെ മനസ്സിൽ വിചാരിച്ചാണ് ചെയ്തതും എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഒട്ടും പറ്റാണ്ടായി. എന്ന് വെച്ചാൽ പായസമൊക്കെ ആയിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് നമ്മൾ ആ ഏലക്കയൊക്കെ ഇട്ടിട്ട് കുറച്ച് സമയം വെക്കണമല്ലോ, ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഒട്ടും വയ്യാണ്ടായി. അപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് റെസ്റ്റ് എടുത്തു. ബാക്കി സമയമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ചെയ്യാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വിശേഷം. ഞാൻ ഇന്നത്തെ വിശേഷത്തിനെക്കാട്ടിലും ഞാൻ ഇന്നലത്തെ വിശേഷങ്ങൾ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞതും കേട്ടതും കണ്ടതും വെച്ചിട്ട് ഞാൻ പറയുവാണ്. ടു ബി ഓണസ്റ്റ്ലി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൽ നമ്മുടെ സ്ത്രീകളുടെ ശബരിമല എന്നറിയുന്ന നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാവരും വന്നു, എല്ലാവരും സന്തോഷമായിട്ട് തന്നെ ഇട്ടു. അവിടെ പരിപാടികളുണ്ടായിരുന്നു, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഇന്നലെ നൈറ്റ് നമ്മളിങ്ങനെ ലൈറ്റ് കാണാനൊക്കെ ഇറങ്ങി. അപ്പോൾ റോഡിലൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു മുടുക്കിലായിരുന്നാലും കുഞ്ഞു റോഡ് സൈഡിലായിരുന്നാലും ഓരോ അമ്പലത്തിൻ്റെ നടയിലൊക്കെ ആയിരുന്നാലും ഈ വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ട ഒരു സ്ഥലത്ത് ഞാനത് കണ്ടില്ല. അപ്പോൾ അതെവിടാന്നല്ലേ, അത് വേറെ ഒരിടത്തുമല്ല, നമ്മുടെ നിയമസഭയുടെ ഫ്രണ്ടിലാണ്. ചുമ്മാ നമ്മൾ ചില ദിവസങ്ങളിൽ അതിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചേക്കുന്ന കാണാം. പക്ഷെ ഞാൻ ഇന്നലെ ആ ഒരു പാർക്കിലായിരുന്നാലും ആ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നാലും ഞാൻ അവിടെ വെട്ടം കണ്ടില്ല. നമുക്ക് ഏറ്റവും പ്രൗഡായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു സ്ഥലമല്ലേ നമ്മുടെ തിരുവനന്തപുരം നിയമസഭ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ലൈറ്റ് കണ്ടില്ല ഞാനധികം. അപ്പോൾ അതെനിക്ക് കുറച്ച് വിഷമം തോന്നി. കാരണം എപ്പോഴും അലങ്കരിച്ചിടുന്ന സ്ഥലത്ത് ഇന്നലെ അലങ്കരിച്ചിട്ടത് ഞാൻ കണ്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. എനിക്ക് മാത്രമല്ല, വിൻചേട്ടനായിരുന്നാലും ഇന്നലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അതാണ് പറഞ്ഞത്, എപ്പോഴും ലൈറ്റ് ഇടുന്ന സ്ഥലത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല. അതേപോലെ നമ്മൾ ആ സൈഡിൽ കൂടെ വരുന്ന ആ റോഡുണ്ടല്ലോ, പണ്ടൊക്കെ ലൈറ്റ് പല കളറിലിട്ട് നമ്മളും പോയി ഫോട്ടോസ് എടുത്തിട്ടുണ്ട് ആ ലൈറ്റിൻ്റെ ഇതിലൊക്കെ. പക്ഷേ ഇന്നലെ ഞാൻ അവിടെയൊന്നും കണ്ടില്ല കേട്ടോ. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. പിന്നെ അപ്പോൾ കുഞ്ഞു വീഴ്ചകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് നമ്മുടെ മേയറിനെ പറ്റിയിട്ടാണ്. ടു ബി ഓണസ്റ്റ്ലി പ്രൗഡ്ലി ഐ ആം സെയിങ്, ഈ 5 വർഷത്തിന് ശേഷം കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. ഈ മനുഷ്യരെ മനസ്സിലാക്കി, ജനങ്ങളെ മനസ്സിലാക്കി, ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരു മേയറിനെയായിരുന്നു നമുക്ക് ആവശ്യം. അപ്പോൾ അതേപോലെ ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ പോട്ടെ, മിക്ക കാര്യങ്ങളിലും പുള്ളി ഇടപെടുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നേരത്തെ കുറേ വീഴ്ചകൾ നമ്മുടെ പഴയ മേയർ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിലും ഇപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മേയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആറ്റുകാലിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും എല്ലാം മേയർ നന്നായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്ത് പോയതും.
ഇത്രയും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. അതായത് ഒരു ഷോർട്ട് ഇടാറുണ്ട്, ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്, ഒരു ഓൺ വോയിസ്. അപ്പോൾ എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയേണ്ട കുഞ്ഞു കാര്യങ്ങൾ, എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇനി അങ്ങോട്ട് നല്ല നല്ല ദിവസങ്ങളായിരിക്കട്ടെ, എല്ലാം നല്ലതുപോലെ നടക്കട്ടെ. അപ്പോൾ ബൈ.